الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന സാലിഹായ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന മഹത്തായ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ്. ഈ ഇസ്മ വുദൂ എടുത്തതിന് ശേഷം ഈ ഇസ്മിനെ ഒരു 5 പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ വുദൂ എടുത്ത് കഴിയുമ്പോൾ വലിയ മഹത്വമുള്ള സമയമാണ്. ആ സമയത്ത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മിനെ നിങ്ങൾ ഒരു 5 പ്രാവശ്യം ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് തരുന്നതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അല്ലാഹു നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ആഖിബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കുന്നതാണ്. ഈ 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അത്ര മഹത്തായ ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകപ്പെടുന്നു, മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അല്ലാഹു നീ ഞങ്ങളുടെ മക്കളെ എല്ലാം സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അപ്പൊ അത്ര മഹത്തായ ഒരു ഇസ്മിനെയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വുദൂ എടുത്തതിന് ശേഷം 5 പ്രാവശ്യം ഈ ഇസ്മ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിയാൽ മക്കളെ അല്ലാഹു നന്നാക്കുന്നതാണ്, സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഒരു മലക്ക് അല്ലാഹു നിങ്ങൾക്ക് സഹായത്തിന് എത്തിക്കുന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ വുദൂ എടുത്താൽ കിട്ടുന്ന നേട്ടത്തെ പറ്റി ഒരുപാട് നാം കേട്ടിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാമൊക്കെ വുദൂ ചെയ്യുന്ന സമയം അവയവങ്ങൾ കഴുകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ തെറ്റുകളെല്ലാം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. അപ്പോൾ വുദൂ എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലരെങ്ങനെയാണ് വുദൂ എടുക്കുന്നത്? നടന്നു ഇരുന്നെങ്ങനെ വുദൂ എടുക്കുന്നത്? അങ്ങനെയല്ല. കഴിവിന്റെ പരമാവധി ഖിബ്ലയ്ക്ക് നേരെ ഇരുന്ന് നമ്മൾ വുദൂ എടുക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറ്റുമെങ്കിൽ ഇരുന്ന് കൊണ്ട് തന്നെ നമ്മൾ വുദൂ എടുക്കണം. അല്ല, ഇന്ന് ഈ കൊറോണ വന്നതിന് ശേഷം പല പള്ളികളിലും ആ ഇരുന്ന് കൊണ്ട് ഖിബ്ലയുടെ നേരെ ഇരുന്ന് വുദൂ എടുക്കുന്ന സംവിധാനങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ആലിമീങ്ങളുടെ വചനങ്ങൾ നമ്മൾ കേൾക്കണം. അല്ലാഹുവിന്റെ ദീന് പറഞ്ഞു തരേണ്ടിയുള്ളത് ആ ദീനിനെ കുറിച്ച് പഠിച്ച ആലിമീങ്ങളാണ്. നമ്മുടെ പള്ളിയിൽ ഏത് പണി വന്നാലും നമ്മുടെ ആലിമീങ്ങളുമായി അന്വേഷിക്കണം. എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ മനുഷ്യരെ നമ്മളിലേക്ക് വലിയ ആപത്തുകൾ കടന്നു വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലിമീങ്ങളെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. പല പള്ളികളിലും അതിനുള്ള സംവിധാനങ്ങളില്ല. ഇരുന്ന് നമ്മൾ ഖിബ്ലയ്ക്ക് നേരെ ഇരുന്ന് വുദൂ എടുക്കത്തക്ക ഒരു സംവിധാനം നമ്മൾ വരുത്തണം. അത് വലിയ ഹബീബായ നബി തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. വുദൂന് വലിയ മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമ്മുടെ അവയവങ്ങൾ കഴുകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ തെറ്റുകളും ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര പാപങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്! അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒന്നാണ് വുദൂ എന്ന് പറഞ്ഞത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുഖം കഴുകുമ്പോൾ നമ്മുടെ നമ്മുടെ 2 കണ്ണുകൊണ്ട് നമ്മൾ കണ്ടതെല്ലാം ഹറാമുകൾ കണ്ടു, ആ പാപങ്ങളെല്ലാം ഒലിച്ചു പോകുന്നതാണ്. അതുപോലെ മുത്തനബി തങ്ങൾ പറയുകയാണ്, 2 കൈകൾ കഴുകുമ്പോൾ ആ കൈകൊണ്ട് എന്തെല്ലാം ഹറാമുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം വുദൂ എടുക്കുമ്പോൾ കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ എല്ലാം ഒലിച്ചു പോകുന്നതാണ്. വുദൂ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ഒലിച്ചു പോകുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ വുദൂ എടുക്കുന്ന സമയത്ത് കൈകാലുകളൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കാറുണ്ട്. കൈകാലുകൾ കയറ്റി കഴുകുക എന്നുള്ളത് അല്ലേ? നമ്മൾ ആ കൈകാലുകളൊക്കെ വൃത്തിയായിട്ട് കഴുകണം. അതുപോലെ തന്നെ കൈയുടെ ഭാഗങ്ങളൊക്കെ അല്പം കയറ്റി കഴുകല് അത് സുന്നത്താണ് മുഅ്മിനീങ്ങളെ. നമ്മൾ കണ്ണുകൊണ്ട് കണ്ട പാപങ്ങളും കരങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങളും കാലുകൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം അല്ലാഹു വുദൂ എടുത്ത് കഴിയുമ്പോൾ അതെല്ലാം ഒലിച്ചു പോകുന്നതാണ്. അപ്പൊ അത്ര ആ പാപങ്ങളെല്ലാം ഒരു വുദൂയിലൂടെ അല്ലാഹു ഈ പാപങ്ങളെല്ലാം നമ്മൾ നിന്ന് മാറ്റുന്നതാണ്. എന്നിട്ടാണ് നമ്മൾ ഈ ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്.
ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയുകയാണ്, സഹാബ, ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ മുന്നിൽ കൂടി ഒരാൾ നടന്നു പോകുന്നതായി ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ആരാണ് ജിബ്രീൽ? എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ആരാണ് ജിബ്രീൽ എന്ന് ചോദിച്ചപ്പോൾ അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് എന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇത് പറഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രത്യേകമായ എന്ത് അമലാണ് ബിലാലെ സ്വർഗ്ഗത്തിന്റെ മുന്നിലൂടെ നീ നടന്നു പോകാൻ നീ പ്രത്യേകമായി ചെയ്യുന്ന അമൽ എന്താണ് ബിലാലെ? നീ അവിടുന്ന് ചെയ്യുന്നത് എന്താണ്? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, പ്രത്യേകമായി ഒന്നും ഞാൻ ചെയ്യുന്നില്ല നബിയേ. ബിലാൽ തങ്ങൾക്കൊരു പ്രത്യേക ഗുണമുണ്ടായിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേക ഗുണമുണ്ടായിരുന്നു. എന്തായിരുന്നു എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. മഹാനവറുകൾ എപ്പോഴും വുളൂഉള്ള ആളായിരുന്നു. അത് നിസ്കരിക്കുന്ന സമയത്തും നിസ്കാരമല്ലാത്ത സമയത്തെല്ലാം മഹാനവറുകൾക്ക് എപ്പോഴും വുളൂഉള്ള ആളായിരുന്നു. വുളൂ നിത്യമാക്കുന്ന ആളായിരുന്നു. വുളൂ പോയാലപ്പോൾ തന്നെ മഹാനവറുകൾ വുളൂ എടുക്കുന്ന ആളായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ബിലാലേ, അത് കാരണമായിട്ടാണ് സ്വർഗ്ഗത്തിൽ വലിയ പദവി നിനക്ക് അല്ലാഹു നൽകിയത് എന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുപോലെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ വുളൂ എടുത്തുകൊണ്ട് കിടന്നുറങ്ങുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇന്നു മുതൽ വുളൂ എടുത്തുകൊണ്ട് കിടക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വുളൂ എടുത്തതിന് ശേഷം ഈ ദിക്റിനെ യാ ശക്കൂർ യാ അല്ലാഹ്, 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 യാ ശക്കൂർ യാ അല്ലാഹ്. അപ്പോൾ വുളൂ എടുത്തതിന് ശേഷം ഇങ്ങനെ യാ ശക്കൂർ യാ അല്ലാഹ് എന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ സമ്പത്തിൽ വർദ്ധനവ് നൽകുന്നതാണ്. ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, വിഷമമുള്ളവരുണ്ട്, വിഷമം അനുഭവിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നൊരു അമലാണ് വുളൂ എടുത്തതിന് ശേഷം ഈ ദിക്ർ 5 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളെ നിത്യമായി ഇങ്ങനെ ചെയ്തു വരിക. അല്ലാഹു നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്, ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്, മക്കളെ അല്ലാഹു സലീങ്ങളാക്കുന്നതാണ്. ഒരുപാട് ഉമ്മമാരോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ വുളൂ എടുത്തതിന് ശേഷം ഈ മഹത്തായ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ നാമം ഒരു 5 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യപ്പെടച്ചവനെ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഞങ്ങളെ മക്കളുടെ സ്വഭാവങ്ങളൊക്കെ നീ നന്നാക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ആഖിബത്ത് നന്നാക്കുന്നതാണ്. പടച്ചവൻ ആഖിബത്ത് അഥവാ അന്ത്യം അല്ലാഹു നന്നാക്കുന്നതാണ്. പടച്ചവനെ, ഞങ്ങൾ അന്ത്യം നീ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങളെ മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഈമാൻ പടച്ചവനെ, ഞങ്ങളെ ഈമാൻ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ദിക്ർ വലിയ മഹത്വമുള്ള ദിക്റാണ്. അത് എപ്പോഴാണ് നമ്മൾ ചെല്ലേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. വുളൂ എടുത്തതിന് ശേഷമാണ്. അപ്പോൾ അതിന്റെ മഹത്വം ധാരാളമാണ്. വുളൂ എടുത്ത് കഴിയുമ്പോഴേക്കും അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുകയാണ്. ഇഖ്ലാസോടെ വുളൂ എടുത്തിട്ട് ഇഖ്ലാസോടെ നിങ്ങൾ ഇത് ചെല്ലണം. അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്, സന്തോഷം അല്ലാഹു നിലനിർത്തുന്നതാണ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങൾ ചെയ്യുന്ന ആരാധനകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നീ സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളെ മക്കളെല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولمشايخنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وقن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. أرحم الراحمين يا الله. يا പ്രപഞ്ചസത്താവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുകൂടെ ഖബറിലെത്തിച്ചവിടെ ഖബറുടെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ രോഗികളുണ്ട്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുണ്ട്, ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ പേര് വാടക വീടുകളിലാണ്, ഞങ്ങൾ പലരും വാടക വീടുകളിലാണ്. പടച്ചവനെ, നീ സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മക്കൾ വിവാഹപ്രായമെത്തിയവരുടെ ഭവനങ്ങളിലാണ്. പടച്ചവനെ, നീ അവരിലേക്ക് സലീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ദാരിദ്ര്യം കൊണ്ട് വലിയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. സർവ്വ ഖൈറുകളും നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട്. അല്ലാഹുവേ, കടങ്ങളൊക്കെ വീഴാനുള്ള വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുടെ പടച്ചവനെ, നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലാണ്. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ്. അല്ലാഹ്, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്. അല്ലാഹുവേ, ഒരു കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ, ഇതെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ഇടകളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടുതൽ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.